happy 26th birthday. Yeah. Congrats. ഗുരുതരം. അത് വേഗം തിന്നിട്ടെ, ഞാൻ ടേസ്റ്റ് നല്ല ബർത്ത്ഡേകൾ. അത് പിന്നെ പറയണ്ടോ, അതിന് മതി. ഞങ്ങളാദ്യമേ തിന്ന് തീർക്കട്ടെ. നിന്റെ ആദ്യം പൊട്ടിച്ചാൽ മതി. ഇല്ല, നിന്റെ അകത്ത് കണ്ടില്ല. നീ കണ്ടു? ഇല്ല, ഞാൻ നാള് പൊട്ടി. നമുക്ക് അന്നയോട് ചോദിക്കുക ഏത് പൊട്ടിക്കണോന്ന്. അന്നയ്ക്ക് ഇഷ്ടമുള്ളത് ഓക്കെ, ഞാൻ കൊടുക്കാം. നീ കൊടുത്തോ? ലവ്. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു. അവക്ക് എന്നാ എന്തെങ്കിലും അറിയത്തില്ല. ഇവളുടെ വിചാരം ഒന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 2 മണിക്കൂർ കൊണ്ട് എന്റെ ക്രിയേറ്റിവിറ്റി മുഴുവൻ ഇതിലുണ്ട്. ഈ കവർ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയല്ലേ, ലാസ്റ്റ് മിനിറ്റിന് ഒരു പേരുണ്ടെങ്കിൽ അത് എലീസയാണ്. അവസാനം നിമിഷം 12 മണിക്ക് ചെയ്യായിരുന്നതാണ് ഇത്. ഇവിടെ ഇരിച്ച ഹാർട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു നിധിയുണ്ട്. മണത്ത് നോക്ക്. എല്ലാം ക്ലിയർ ആയിട്ടാ മടക്കിയ, നീ പറഞ്ഞ പോലെ. ഇവള് ഇങ്ങനെ ചെയ്തു തരൂന്ന് ഞാൻ വിചാരിച്ചു. അവൾ എന്നോട് സ്വന്തമായിട്ട് തയ്ച്ചോളാനാ പറഞ്ഞ. ആയിരിക്കുന്ന തുണിയെല്ലാം എടുത്തോളാൻ. ആ തുണിയിൽ ഒരു തുണിയായിട്ട് അവൾ എനിക്ക് സ്വന്തമായിട്ട് തയ്ച്ചു തന്നു. വളരെ ഉപകാരം, വളരെ നന്ദി. ഇത് എനിക്ക് ഭ്രാന്ത് പിടിക്കും ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഇങ്ങനത്തെ തയ്ച്ചു കഴിയുമ്പോൾ എന്നെ ഇവൾ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാലും പാവം കാണിക്കാറില്ല. അതെ. അപ്പം എനിക്ക് ഇവള് തയ്ച്ചു തന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതെ അതെ, ഇതിനകത്തോടെ കാണാം. വെറുതെ ഇത്രയും നല്ല ഇത് എനിക്ക് തന്നിട്ട് അവളത് കണ്ടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. എന്ത് ടൈപ്പ് സ്വഭാവമാണ്. ക്രിയേറ്റിവിറ്റി ഒക്കെ കൊള്ളാൻ. അത് അവളുടെ ക്രിയേറ്റിവിറ്റിയാണ്. നീ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. സോറി വേണ കത്തിച്ചുവിടും ഇപ്പോഴത്തെ ഫാഷനെ. വേണ്ട അവള് കീറി. Give me some money. ഇവള് ഗീവ് മീ സം മണി എന്ന് പറയുമ്പോ ഞാൻ നമ്മള് നോക്കും. അല്ല, അത് ഞാൻ പറയും. അത് ഇനി ലാസ്റ്റ് നീ പറയണം. അല്ല, ഗീവ് മീ സം മണിന്ന് ഒരാള് പറയും. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 ഏന്ന് വെക്കണം. Give me some money. Give me some money. Give me some money. എനിക്കൊക്കെ മനസ്സിലായി. പണ്ട് തൊട്ട് പറ്റി. ഞാൻ തെരസയെ കൂടി എലിശനെ പറ്റിക്കും. മൊത്തം പണ്ടിന്ന് പറഞ്ഞു മെസ്സേജ് അടിപൊളി വന്ന് ഞങ്ങളോട് റിപ്ലൈ തന്നെ കൊടുക്കണ്ടേ. നിങ്ങൾ എന്നെ ഒന്നും അല്ല, അത് നിങ്ങളുടെ സ്കൂളേജ് അല്ല. ഐറിസിനെ പറ്റിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഞാനും പറ്റിച്ചിട്ടുണ്ട്. ഷഡിയുടെ ബ്രാഡി മോജിയൊക്കെ ആണോ പറഞ്ഞു കൊടുക്കാന്നിട്ട് ഞങ്ങൾ അപ്പുറം പോയി ഇങ്ങനെ തെറിയൊന്നും പറയാൻ പാടില്ല, പക്ഷെ പറയണം. ഇങ്ങനെ പറ്റിയല്ലേ ഞങ്ങക്ക് എന്റർടൈൻമെന്റ് വരാൻ പറ്റുള്ളൂ. ഞാൻ കൂടുതൽ തെറിയിലേക്ക് കടക്കത്തില്ല. യൂട്യൂബ് ബ്രാൻഡ് അടിക്കും. ആദ്യമേ ഒരു ലെറ്റർ ഉണ്ട്, അത് സമാധാനം ഇട്ടിരുന്ന് വായിക്കത്തുള്ളൂ കേട്ടോ. ഇല്ല, അതില്ല. അത് പൊട്ടിച്ചു. ഞാൻ വിചാരിച്ച കീ ചെയിൻ ഉണ്ടാക്കി തരുന്ന. അവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. എല്ലാ പ്രാവശ്യവും സർപ്രൈസ് കണ്ടുപിടിക്കും. സർപ്രൈസ് ചെയ്യാൻ പറ്റത്തില്ല. സർപ്രൈസ് പൊളിക്കൽ. ഇത് പക്ഷെ എത്ര നാള് മുന്നേ വാങ്ങിച്ചു തന്നറിയോ? ഒളിപ്പിച്ചേക്കായിരുന്നു. ഇവള് കണ്ടുപിടിക്കാത്ത ഏക സാധനം ഇതായി. അത് പിന്നെ ഉടുപ്പാന്ന് മനസ്സിലായില്ല. ഞാൻ എന്തോ കവറാന്നേ മനസ്സിലായുള്ളൂ. പൊട്ടുന്നാണോ? ചെറുതായിട്ട് നടുക്കത്തെ മാത്രം പൊട്ടും. തുറന്നാ വേറെ സർപ്രൈസ് ഉണ്ട്. ആത്മാവായിട്ട്. ഇതിനാണോ നീ ബട്ടൺസ് വാങ്ങിക്കാൻ പോയത്? അല്ല, ഇത് അതിന് മുന്നേ കഴിച്ചു വെച്ചാൽ ഞാൻ എല്ലാം മുൻകൂട്ടി കാണും. അറിയാം. പക്ഷെ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു.
ഇനി ഇവരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്കറിയായിരുന്നു. ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഒരുങ്ങിയിട്ട് വാ മറ്റേ ചെയ്യും വാതിൽ എരിച്ച് അടച്ചിട്ട് കള്ള ലക്ഷണം കാണിച്ചപ്പോ തൊട്ട് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അറിയായിരിക്കുമല്ലോ. പ്രാവശ്യം മറന്നുപോയി. അങ്ങനെ വിചാരിച്ചായിരുന്നടി മറന്നു പോയെന്ന് ഇവള് വിചാരിച്ചു. മറന്നു പോകുന്ന ഞാൻ ഇവളോട് അപ്പോഴേ പറഞ്ഞു ഓവർ ആക്ടിങ് ഇടരുത്. 5 വർഷം കഴിഞ്ഞു. എന്ത് പെട്ടെന്നല്ലേ സമയം പോകുന്നേ. മുതുക്കികളായി. ഇനി എത്ര വർഷം നമുക്ക് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റും? ഇതൊന്നോ ഇനി എന്താണ് പറയാനുള്ളത്? അയ്യോ BTS അടുത്ത മാസം വരുന്നുണ്ട്. അതിനിവിടെ ഇത് വീട്ടിൽ ആർമിയാണ്. വീനെ വലിയ ഇഷ്ടമാണ്. വീണ മാത്രല്ല എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. ആരെയോ കല്യാണം കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. കല്യാണം കഴിക്കാനൊന്നും ഇഷ്ടമൊന്നുമില്ല. ചുമ്മാ വൃത്തികേട് പറയാം. ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറാണ്. അനാവശ്യം. നമ്മൾ ആ കണ്ണിൽ നോക്കി നമ്മൾ സത്യം മനസ്സിലാക്കണം. കണ്ടോ ആ കണ്ണുകളിലെ പ്രണയം നിങ്ങൾ കാണുന്നുണ്ടോ? തുളുമ്പാണ് കൈ. അന്നേനെ കുറിച്ച് 2 വാക്ക് പറയുവാണെങ്കിൽ അന്ന ഒരു പൂച്ചപ്രാന്തി ആണ്. അത്രക്കൊന്നും ഇല്ല, പക്ഷെ കൊള്ളാം. ഭയങ്കര എനിക്കിഷ്ടമില്ലതുകൊണ്ട്. എനിക്കിഷ്ടമില്ലാത്ത സാധനം ഇഷ്ടമായി. എനിക്കിഷ്ടമുള്ള ആൾ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമില്ല ഗൈസ്. മനസ്സിലായില്ലേ? അന്ന പൂച്ചേനെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് പൂച്ചേനെ ഇഷ്ടമില്ല. അതുകൊണ്ട് ലോലമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ല. ലോലമ്മേനെ അന്നെ സ്നേഹിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ല. ബെഡ് വാങ്ങിക്കണം. തണുപ്പായതുകൊണ്ട് ലോലമ്മയ്ക്ക് ഫുഡിന് പാത്രം 2 എണ്ണം വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ തീറ്റ മാസം വേറെ എല്ലാം കൊടുക്കും. ഡൗൺലോഡ് ആക്കിയോ? ഇതെന്തോ ജീവിതം പട്ടിയോ പൂച്ചയായാലോ, വെറുതെ ഇങ്ങനെ നടന്നാലോ, വെറുതെ ഇങ്ങനെ കിടക്കാലോ, ആരോടും ഉത്തരം പറയണ്ട. ഓ എന്തു ജീവിതം, ഇതെന്തു ജീവിതം, വല്ല പാട്ടിയോ പൂജയായാലോ. ഞങ്ങൾ നെഗറ്റീവ് പെരുത്തുവാൻ നിങ്ങൾ വിചാരിക്കും. ഞങ്ങൾ ഭയങ്കര പോസിറ്റീവാ അല്ലേ? അതെ, ഇപ്പൊ പോസിറ്റീവ് ആണോ? ഇത്ര നേരം നെഗറ്റീവ് മോട്ടിവേഷൻ വേണമെങ്കിൽ എലിസയുടെ പുതിയ വീഡിയോ മനോരമയില് റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഇന്റർവ്യൂ അതിൽ ഭയങ്കര മോട്ടിവേഷൻ ആണ്. അതെ അതെ, അതിന്റെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് കാണേണ്ടതാണ്. അങ്ങനെ പറയുമ്പോ അത് ശ്രദ്ധിക്കുവോ? അല്ല ഒന്ന് അടിച്ചിരിക്കോ വലിച്ചോണ്ട് വന്ന് വീഡിയോയിൽ ഇട്ടതാട്ടോ. അന്നയ്ക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടി ഈ സുദിനം അവസാനിപ്പിക്കുകയും. അപ്പം പാട്ട് പാട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കാക്കേ കാക്കേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടം. പാടാം. ധൂമ്പചാലേ 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 നോക്കി ചിരിക്കുന്ന എനിക്ക് കാണാം. വേണ്ട മതി. ഇന്നത്തേക്ക് നമ്മൾ ഇന്നത്തെ ഇതിന്റെ കീ എവിടെ? സ്വിച്ച് എവിടെടാ? ഞാനൊരു സത്യം പറയാം, എനിക്ക് നല്ലൊരു പാട്ടുകാരിയാകാനും ഡാൻസുകാരിയാകാനും ആഗ്രഹമുണ്ട്. ഇവളുടെ ഉള്ളിൽ ഒരു പാട്ടുകാരി കലാകാരി ഉണ്ട്. അത് ഞങ്ങൾ ഉണർത്താതിരിക്കുന്നതാണ്. ഇവളുടെ നല്ലതിനാണ്, പിന്നെ ഞങ്ങളുടെ നല്ലതിനും റൂമിൽ കിടന്നുറങ്ങാനും സമാധാനത്തിനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ പാട്ട് പാടിയിട്ടില്ലേ മറ്റേ NSSന്റെ ക്യാമ്പിൽ പോയിട്ട്? ദൈവത്തിന്റെ പാട്ട് എഴുന്നേക്കത്തില്ല. ഇവിടെ പേര് കൊടുത്തിട്ടിരിക്കുക. എല്ലാവരും എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കണം. എന്നിട്ട് എന്റെയും ഇവളുടെയും പേര് ഇവള് കൊടുത്തിട്ടിരിക്കുക. കാരണം എല്ലാവരും എന്തെങ്കിലും ചെയ്യണം. സാധാരണ അങ്ങനെ പരിപാടി വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ടോയ്ലറ്റിൽ പോയി വിളിച്ചിരിക്കുവാണ് പരിപാടി. എന്നിട്ട് 2 പേരെയും ആണെങ്കിൽ വിളിച്ച്, അപ്പൊ എന്റെ കയ്യെ പിടിച്ചു ഞാൻ പുറകെ ഇവളുടെ പുറകെ വിളിച്ച് നിൽക്കും. ഇവിടെ എന്റെ കയ്യേലും പിടിച്ച് ഒരു കയ്യ മൈക്കും പിടിച്ചിട്ട് എന്നായിരുന്നു അയ്യോ എന്നോ ഞാൻ എന്റെ മുറ്റത്തോടെ ദൈവത്തിന്റെ അടുത്തതായിരുന്നു 2 പ്രാവശ്യം ആ പാട്ട് ഞാനിവിടെ പാടാം. അതെനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ പാടുന്നു, നിങ്ങൾ അനുഭവിച്ചാൽ ഇത് മര്യാദയ്ക്ക് പാടി. അതെ അതെ അതെ, ഒന്നോടെ ഞാൻ പാടാം.
മതി. ഓക്കെ. കുറെ ചെറുക്കന്മാരൊക്കെ അവരുടെ ഗേൾ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ഇവരുടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ലെറ്ററും എഴുതി കൊടുക്കും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ DM ചെയ്യൂ. മറ്റൊരു അതും കൂടെ പറഞ്ഞാൽ മതി കേട്ടോ. അവരുടെ സ്പെഷ്യലായിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ. ഇതിപ്പോ ഇത് അന്നയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചയുടെ പ്രതീകമാണിത്. അതേപോലെ എന്തെങ്കിലും ആടിയാണെങ്കിലും ഇവരുണ്ടാക്കി തരും കലാകാരികൾ. ശരിക്കും മുടി വെട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് തോന്നിയല്ലേ? പക്ഷെ ഞാൻ മുട്ട പിടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പ്രാവശ്യമാണ് ഇവിടെ അടിച്ചു തന്നെ. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം മുട്ട അടിക്കണമെന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും കയറ്റി വെട്ടാൻ പറഞ്ഞോണ്ടിരിക്കാതെ പിന്നെ ഞാൻ ഇത്രയെങ്കിലും ആക്കി വെട്ടി കൊടുത്തു. ഇത്രയും നല്ല ഭംഗിക്കിരുന്നു. മുടി വെട്ടുന്ന ചീത്തയൊന്നും അല്ല, ഇവർക്ക് ചേരണ്ടേ. സത്യങ്ങൾ എലിശ തുപ്പുന്നു. വെട്ടിയപ്പോ കണ്ടപ്പോ സങ്കടം വന്നു. പറയാൻ പറ്റുമോ? എന്നിട്ട് മനോഹരമായ മിണ്ടിയില്ല. അല്ല മുട്ട അടിച്ചപ്പോ നീ മനോഹരം പറഞ്ഞില്ലേ? പിന്നെ മുട്ട പിന്നെ തൊടാൻ രസമല്ലേ, അതുകൊണ്ടാണ്. ഞങ്ങളുടെ സ്നാപ്ചാറ്റിലൊക്കെ എന്റെ മുട്ടത്തലയുണ്ട്. അന്നേരം മുട്ട കണ്ടിട്ടില്ല, ഞങ്ങൾ കാണിക്കും. അയ്യോ വേണ്ട. മുട്ട സ്റ്റിക്കർ ഇടാട്ടോ. ഇവളുള്ള പണ്ടത്തെ മുട്ട. അത് വേറെ ചാനൽ. അത് അവര് കണ്ടോട്ടെ. അങ്ങനെയുള്ള ആസ്വാദകരും ഉണ്ട്. നീ കണ്ടില്ല? മറ്റേ അവരെ ഇവിടെ ആസ്വദിപ്പിക്കണ്ട. ആസ്വദിക്കട്ടെ, ജീവിതം ഒന്നല്ലേ. എന്താ കുടിച്ചിട്ടിരിക്കുക? നിങ്ങള് അന്നെ കുടിച്ചിട്ടിരിക്കാന്ന് വിചാരിക്കരുത്. നോർമലി ഞാൻ ഇങ്ങനെയാണ്. അതെ, നോർമലി അവൾ അബ്നോർമലാണ്. അതെ, നോർമലി ഞാൻ അബ്നോർമലാണ്. അപ്പം നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ജീവിതം മടുത്തിരിക്കുവാന്നൊക്കെ വിചാരിക്കരുത് കേട്ടോ. നെഗറ്റീവ് അടിച്ച് ആസ്വദിക്കുക, അതാണ് എൻ്റെ ഒരു ഹരം അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എടുത്തു ചടി ചെയ്യാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് ഡിമോട്ടിവേറ്റ്. അതെ, എൻ്റെ ലൈഫ് അഡ്വൈസ് ഇവിടെ ഒരു നെഗറ്റീവ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഒരു 5 മിനിറ്റ് മിണ്ടാതെ, അല്ല 5 സെക്കൻഡ് മിണ്ടാതെ. അപ്പൊ ഓക്കെ ബൈ. ഞങ്ങൾ പോയി സിനിമ വല്ല കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് അടിച്ച് ഭ്രാന്ത് പിടിച്ച്. അതെ അതെ അതെ. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്. അയ്യോ, കുടിച്ചിട്ടിരിക്കുന്ന. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ കേക്ക് മാത്രം. അത് വെറും പാൽപ്പൊടിയും മാങ്ങയും. റെസിപ്പി വേണം, റെസിപ്പി വേണം. അതെ, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ അങ്ങനെ കൊടുക്കാം. ഇത് കട തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ വിളിക്കുന്നതായിരിക്കും. എല്ലാരും വന്ന് തിന്നുക. അത് ആദ്യം അന്വേഷിച്ച് തിന്നു തീർക്കും. ഞാനാണ് ഓരോ ബിസിനസ് ഒക്കെ പൊട്ടത്. വേറൊരു പന്നീനെ എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു 2-3 ദിവസം മുമ്പ്. ഒരു ക്രിമി വള്ളിയൊക്കെ ഉള്ള. അതിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇരിക്കുവായിരുന്നു. എലീഷയുടെ മുടിയാണ് അതിന്. തെരേസയുടെ കൊമ്പും അന്നനെ പോലെ ഇരിക്കുന്നത്. ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഒരു പാവം പന്നീനെയാണ്. പാവം പന്നീനെ ഞങ്ങൾ ഇവളാണ് പന്നി. നീ അടി വന്നു എല്ലാം പറഞ്ഞു. ശരി, ഒരു ടാറ്റ കൊടുക്കില്ലോ അല്ലമ്മ. ബൈ. ബൈ. ഇപ്പൊ ഒരു ഭ്രാന്തിമാരുടെ ലുക്കുണ്ടോ?